ഹരി, അച്ഛനും അമ്മയും കൂടി ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നെങ്കിൽ നമ്മളിതിനെതിരെ നിൽക്കുന്നേ നമ്മുടെ നല്ലതിനു വേണ്ടിയല്ലേ? നമുക്ക് മാത്രമല്ലല്ലോ, നമ്മുടെ ചുറ്റുപാടുള്ള ഒരുപാട് പേരുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ? ഹരി ഇത് സമ്മതിക്കും. രഘുവേട്ടന്റെ കോള് വന്നതിന് ശേഷം ഞാൻ ഉറങ്ങിയിട്ടില്ല. സത്യത്തില് എന്റെ മനസ്സിന് എന്തൊരു ആശ്വാസമായിരുന്നു എന്നറിയോ? നമുക്ക് ഈ കടങ്ങൾ വീട്ടാ മോനെ. നീ തന്നെ കൊണ്ടുപോയി അവന്റെ മുൻപിൽ ഈ പണം വലിച്ചെറിയണം. എന്നിട്ട് അവനോട് പറയണം, ദേഷ്യം മാറി സ്വന്തം അമ്മയെ പോലും ചതിക്കുന്നവനല്ലേ, നട്ടല്ലോടെ അന്തസ്സോടെ ജീവിക്കുന്നവനാണ് നീയെന്ന്. ഹരി, നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസിന്റെ എല്ലാ അവസ്ഥയും നിനക്കിപ്പോ മനസ്സിലായിട്ടുണ്ടാവില്ലേ? ഇനിയും മുന്നോട്ട് ലാഭകരമായി പോകുന്നു നിന്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവില്ലേ? അങ്ങനെ ചില കണക്കുകൂട്ടലുകളൊക്കെ ഞാൻ നടത്തി വെച്ചിട്ടുണ്ട്. പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് തന്നെയാ വിശ്വാസം. എങ്കിൽ പിന്നെ മോൻ വേറെ ഒന്നും ആലോചിക്കണ്ട. നമുക്ക് ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാം. ഇന്ന് രഘുവേട്ടന്റെ പിറന്നാളാ. രഘുവേട്ടന്റെ പേരില് എനിക്ക് കുറച്ച് വഴിപാടുകളുണ്ട്. നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ അമ്പലത്തിൽ വരണം. ഡാഡി, നീ പോയിട്ട് വാ. സന്തോഷമായിട്ടുള്ളൊരു ദിവസമല്ലേ. മുന്നോട്ടുള്ള കാൽവെപ്പ് അവിടുന്ന് തന്നെ തുടങ്ങട്ടെ. ഞാൻ പോയി ഡ്രസ്സൊന്ന് മാറ്റട്ടെ.